ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പം എവിടെയാണ്? നാലമുടിയല്ലേ? പൊള്ളാച്ചി ഇതൊരു വ്യൂ. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പം നാലമുടി പൊള്ളാച്ചി നാലമുടി വ്യൂ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ കവർക്കൽ വ്യൂ പോയിന്റിലാണ് ഉള്ളത്. അവിടുത്തെ ഒരു ബിൽഡിംഗ് ആണ്, അങ്ങനത്തെ സ്റ്റേജ് എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞും ബിൽഡിംഗ് അതിന്റെ മുകളിലോട്ടും ഉണ്ട്. നമ്മൾ ആദ്യം വഴി തെറ്റി അങ്ങ് താഴെ വരെ പോയി. ഒരു 4 കിലോമീറ്റർ വില്ലേജ് ആണ് പറഞ്ഞു. അതിനുശേഷം ആ വില്ലേജ് കഴിഞ്ഞ് അവർ കേറ്റില്ല, എന്താ കാണാനൊന്നും പറയില്ല. കേറ്റില്ലെന്ന് പറയും. വിൻസ് സംഭവിച്ചാണ് വിസിറ്റേഴ്സിനെ കേട്ടത്. ഇവിടെ കയറാനായിട്ട് ഒരാൾക്ക് 100 രൂപ. അല്ല, വണ്ടിക്ക് 100 രൂപ, ഒരാൾക്ക് 100 രൂപ. ടോട്ടൽ 1000 സംതിങ്. അച്ഛൻ നമുക്ക് എല്ലാവർക്കും കൂടെ ടോട്ടലി കയറാൻ 1200. വണ്ടിക്കും ഒരാൾക്കും 100 രൂപ. തണുത്ത കാറ്റ് വിഷങ്ങളും അങ്ങ് താഴെ തണുത്ത കാറ്റ് മാത്രമുണ്ട്, പക്ഷേ അങ്ങ് താഴെ ഒരു തൃപ്തി വരുന്നില്ല. ഇത്രയും ഇവന്മാര് ബോർഡ് പോലും വെച്ചിട്ടില്ല. ഇതാണ് ബോർഡ് പോലും വെച്ചിട്ടില്ല. വെറും ഈ കൊക്കാണ് തൊട്ടപ്പുറത്തായിട്ട് ഒരു കുഞ്ഞു ബിൽഡിങ്. നമ്മൾ അറിഞ്ഞു പോലും വിളിച്ചു. നമ്മൾ വേറെ എന്തെങ്കിലും വെച്ചാൽ ഒന്ന് താഴെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഗൂഗിൾ കാണിച്ച് ഇവിടെ എത്തി. പക്ഷെ നോക്കിയപ്പോൾ ഒരു കുന്തുമില്ല. ഒരു റിസോർട്ട് മാതിരി ഉണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവരാ പറഞ്ഞു ഇതേ സംഭവം. ഓക്കെ, അപ്പം നമുക്ക് മുകളിലോട്ട് കയറാം. സത്യം പറയുന്നത് നമ്മൾ വാൾപ്പാറയിൽ വന്നിട്ട് ഉള്ള ആനപ്പിണ്ട എല്ലാം കണ്ട്, പക്ഷെ നമ്മൾ ആനയെ കണ്ടിട്ടില്ല. ആനയെ കണ്ടില്ല. നമ്മൾ ആനപ്പിണ്ട നമ്മള് വേറെ എല്ലാത്തിനെയും കണ്ടിട്ടുണ്ട്. മറ്റേ എന്തോ സിംഹവാല് വരവൻ, അത് കുറെ കണ്ട്. പിന്നെ കാട്ടുപോത്തിനെ കുറെ കണ്ട്. പീക്കൊക്ക് കുറെ. പിന്നെ എന്തുവാ, പീക്കൊക്കെ കറക്റ്റ് നമ്മൾ പോയപ്പോ ഒരു ബോർഡില് നമ്മൾ എൻട്രി ചെയ്യുന്ന ആ ബോർഡിൽ വന്നിരിക്കുവായിരുന്നു. കിടുവായിരുന്നു. പിന്നെ നമ്മളുടെ സംശയം എന്താ അറിയാം, ഇവര് വല്ല മനഃപൂർവ്വം ആനപ്പിന്റെ ഇവിടെ കൊണ്ടിട്ടേക്കാണ് നമ്മളെ പറ്റിക്കാൻ. ഗൈസ്, ഇവിടെ ആന ഇണ്ടിക്കണ്ട. വെള്ളിച്ചനൊക്കെ ഇവിടെ മുമ്പേ വന്ന് സ്റ്റേ. അപ്പൊ ആനയൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു റിവറിന്റെ സൈഡിലായിട്ട് ഒരു റോക്ക് ഉണ്ട്. അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച ആനയാണ്. നമ്മൾ ആന എല്ലാരും അങ്ങോട്ട്. പിന്നെയാണ് പാറയാണ് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ പാറയല്ല, ആനേനെ പറ്റിയാണ് ഇരിക്കുന്നത്. അത് ഞാൻ വിശ്വസിച്ചു. ഇനിയെങ്കിലും പോകുമ്പോ ഒരു വഴിക്ക് ആന കാണണമെന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്മൾ ആനനെ കണ്ടു. അപ്പൊ ആനനെ കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ കണ്ടു. ട്രെയിൻഡ് ആണ് ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ കാട്ടിക്കൂടെ വരുന്ന ആന. ഇങ്ങനെ It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള. നമ്മളിപ്പോ ഏറ്റവും മുകളിലത്തെ ടെറസിലാണ് നിൽക്കുന്നത്. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവനിൽ കാണാറാകും. നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാതെ നീഹാരാത്രരാകും. അറിയാമോ പിറാക്ക. നമ്മളിപ്പോ തിരിച്ചു കയറാൻ വേണ്ടി പോവാണ് ഗൈസ് ബസ്സിലേക്ക്. ഇളം തെന്നൽ മൂളുന്ന ഗാനം. It's a new world out there, go.
രാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം